ഉമ്മ എന്താക്കുന്നേ? ഞാൻ എന്താക്കുന്നെന്ന് കാണുന്നില്ലേ? പേപ്പർ വായിക്കുന്നു. നീ വായിച്ചോ? ഞാൻ വായിച്ച്. ഞാൻ രാവിലെ തന്നെ വായിച്ച്. ഞാനൊരു കാര്യം ചോദിച്ചുമ്പോ ദേഷ്യപ്പെടരുത്. കൂയി പോയാ കാര്യം എന്താന്ന് ആദ്യം പറ, എന്നിട്ടല്ലേ ദേഷ്യപ്പെടണമെന്ന്. 2 ദിവസം സ്കൂളും പള്ളിയും പൂട്ടിയില്ലേ? പെരുന്നാളൊക്കെ ഇല്ലേ? നമുക്കേ പുറത്ത് ഷോപ്പിങ്ങിന് പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു വരാം. അടിച്ചു പൊളിച്ച ട്രിപ്പൊക്കെ പോയാലോ? ട്രിപ്പൊക്കെ പോകാനായിട്ട് 2-3 ദിവസം ലീവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നാളെ പെരുന്നാളല്ലേ? പെരുന്നാൾ കഴിഞ്ഞിട്ട് പോണെങ്കിൽ അടിച്ചു പൊളിച്ചൊക്കെ പോണെങ്കിൽ പൈസ വേണ്ടേ? പൈസ ഉമ്മാന്റെ കയ്യിലില്ലേ? എന്റെ കയ്യിലോ? ഉമ്മാന്റെ അക്കൗണ്ടിലുണ്ടോ നോക്ക്. എന്റെ അക്കൗണ്ടില് പൈസ വരാൻ വേണ്ടിട്ട് ഈ പ്രാവശ്യത്തെ വിഷു ബമ്പർ എനിക്കല്ലല്ലോ അടിച്ചത്. പൈസ വരാൻ വേണ്ടിട്ട് ഉപ്പാനോട് ചോദിക്കും. ഉപ്പാന്റെ അടുത്ത് ചോദിക്കുന്നതിനെക്കാട്ടി എടുത്തിരിക്കുന്നേ. അപ്പൊ വേണ്ട, ഉപ്പാനോട് ചോദിക്കാൻ പറ്റുമല്ലോ. പോണ്ട, അടിച്ചു പൊളിച്ച് ഇതാക്കാൻ എന്നെ ഇവിടെ തന്നെ നല്ല ആഹാരമൊന്നും ഉണ്ടാക്കി തരുന്നില്ല. എപ്പോഴും തന്നെ ഇവിടുത്തെ ഫുഡല്ലേ കഴിക്കുന്നത്. ഫുഡ് തന്നെയാ പുറത്തു പോകുമ്പോ പുറത്തെ ഭക്ഷണം കഴിക്കണമെന്ന് പിള്ളേരും കൂടുതൽ ആഗ്രഹിക്കരുത്. അവനവന്റെ വീട്ടില് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം എന്നാ ചിന്തിക്കേണ്ടത് എപ്പോഴും. നിനക്ക് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ? എപ്പോഴും പോണെങ്കിൽ അതാ പറഞ്ഞ, കെട്ട് കണക്കിന് പൈസ വേണം കയ്യിൽ. എങ്ങോട്ടേലും ഇറങ്ങി പോണെങ്കില് ആ പൈസ കൊണ്ട് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാം. എന്നാലും ഉമ്മ നോക്കുന്നു. എന്തെന്നാല് എവിടെയെങ്കിലും പോണെങ്കില് കുറച്ച് പൈസ വേണം കയ്യില്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പാനോട് ചോദിക്കാന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പുറത്തു പോയി കറങ്ങണം, അവിടെ പോണം ഇവിടെ പോണം എന്നുള്ള ചിന്തയല്ലാണ്ട് ഗുണനെ പറ്റി ഇതൊക്കെ പഠിച്ചതാ? സ്കൂളിൽ ഓർമ്മയില്ലേ? 7ാം ക്ലാസ്സിലായില്ലേ? അതൊക്കെ പഠിച്ചോ? അത് 3ന്റെ പഠിച്ചു, 4ന്റെയും പഠിച്ചു, 5ന്റെയും പഠിച്ചു. ബാക്കി ആരോ വന്ന് പഠിക്കാൻ? ഞാൻ പഠിക്കണം. ഞാനാണ് സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അത് പഠിച്ച് 10 വരെ അത് പഠിക്കും. എത്ര വരെ അറിയാവുന്ന? 4 വരെ, 5 വരെ. 6 മുതൽ 10 വരെ ഉള്ളതും കൂടെ പഠിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ നോക്കട്ടെ പോണോ വേണ്ടയോ, എവിടെയെങ്കിലും കൊണ്ടുപോകണോന്ന്. അല്ലാണ്ട് നിങ്ങൾ പറയുന്നിടത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പൊ ഇനിയുള്ള ചിന്ത മുഴുവൻ പഠനത്തിലാണ്. ആദ്യം അത് പഠിക്കും. പഠിച്ചിട്ട് എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉപ്പാനോട് കൂടി ആലോചിച്ചിട്ട് പറയാം. അല്ലാതെ നിങ്ങൾ പറയുന്നിടത്ത് പെട്ടെന്ന് കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പൊ തൽക്കാലം. അതുകൊണ്ട് ഗുണന പട്ടികയുടെ ബുക്ക് മേടിച്ചു തന്നിട്ടില്ല, 5 വഴി. അത് നോക്കിയിട്ട് അത് പഠിക്കുക. പെട്ടെന്ന് സമയം പാഴാക്കണ്ട, വേഗം നോക്കാം.